എൻഎംആറിലെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, നല്ല രുചിയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ആ ബിരിയാണിയുടെ രുചി ഇത്തവണ എൽ ഡി എഫിന് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. ഇപ്പോൾ വ്യാപാരി വ്യവസായികൾ അടക്കമുള്ളവർ, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് ഉടമകളടക്കമുള്ളവർ എൻഎംആർ റസാക്കിന് വളരെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഡീൽ ആരോപണം വസ്തുതാപരമാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് വസ്തുതാപരമല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് വസ്തുതാപരമല്ല? നോക്കൂ, നമ്മുടെ മുന്നിലുള്ള രണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം, പൊന്നാനി, ചാലക്കുടി, പത്തനംതിട്ട ഒഴികെയുള്ള 16 സീറ്റുകളിലും BJP അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിയമസഭയുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 18 ഇടങ്ങളിൽ LDFന് സമാനമായ രീതിയിൽ BJP ലീഡ് നില ഉയർത്തിയിട്ടുണ്ട്. 11 ഇടങ്ങളിൽ LDFിനോടൊപ്പം BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്തുവരെ ലീഡിനടുത്തുവരെ എത്തിയിട്ടുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അത് മൂന്നാം ഊഴം BJPക്ക് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ കേരളത്തിൽ നിന്ന് 2-ൽ 3 ഒരുപക്ഷെ MP മാരുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങലിൽ നിന്ന് V മുരളീധരൻ, തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി. വലിയ തരത്തിലുള്ള മോദി പ്രഭാവം ഉണ്ടായിരുന്നൊരു തെരഞ്ഞെടുപ്പാണ് 2024 കടന്നു പോകുന്നത്. അതായത് കേരളത്തിൽ BJP അവരുടെ വോട്ട് വിഹിതം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. 19% BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പായപ്പോഴോ എവിടെ പോയി ആ വോട്ട് വിഹിതം? നേരെ കുത്തനെ ഇടിഞ്ഞ് BJPയുടെ വോട്ട് വിഹിതം 13% വീണു. എന്തുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 2016 പിണറായി വിജയൻ അധികാരത്തിലേക്ക് വരുമ്പോൾ എന്തായിരുന്നോ BJPയുടെ വോട്ട്, അതുതന്നെയാണ് 2026 പിണറായി വിജയൻ, രണ്ടാം പിണറായി സർക്കാർ അവരുടെ ഭരണം അവസാനിപ്പിക്കുമ്പോഴും BJPയുടെ വോട്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും കണക്കുകൾ പരിശോധിച്ചാൽ ഓൺ ഗ്രൗണ്ട് BJPയുടെ വോട്ട് വിഹിതം ആ അർത്ഥത്തിൽ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടില്ലെന്ന് കാണാൻ കഴിയും. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് 10 വർഷത്തിനിടയിൽ കോൺഗ്രസ് ഭരിച്ചൊരു സംസ്ഥാനത്ത് BJPയുടെ വോട്ട് വളരാതിരുന്നിട്ടുള്ളത്? ഏതെങ്കിലും ഒരു സംസ്ഥാനം പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ലെന്ന് മാത്രമല്ല, BJP ഭരിച്ച സംസ്ഥാനങ്ങളിലെല്ലാം കൂട്ടത്തോടെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അടക്കം BJPയിലേക്ക് പോയ ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏറ്റവും ഒടുവിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും ഭൂപേൻ കുമാർ ബോറ എന്ന് പറയുന്ന KPCCയുടെ അധ്യക്ഷൻ ഇപ്പോൾ നിൽക്കുന്നത് BJP ക്യാമ്പിലാണ്, അല്ലേ? ആ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എന്നുള്ളതാണ്. നോക്കൂ, അവിടുത്തെ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ്, PCC അധ്യക്ഷനാണ് ഇന്നിപ്പോൾ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. 7-ലധികം BJP മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്. കേരളത്തിലേക്ക് വന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 5 സ്ഥാനാർത്ഥികളെ BJPക്ക് വേണ്ടി സംഭാവന ചെയ്ത പാർട്ടിയുടെ പേരെന്താ? കോൺഗ്രസ് എന്നാ. എന്നിട്ട് ആ പാർട്ടി പറയുകയാണ് നമുക്കിവിടെ ഡീല്. ഇന്ന് മത്സരിക്കുന്ന 5 BJP സ്ഥാനാർത്ഥികൾ, NDA സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രവർത്തിച്ചിരുന്നവരാണെന്നേ. വളരെ ഒരു തരത്തിലുള്ള ആശങ്കയുമില്ലാതെ ഇറങ്ങിപ്പോകാൻ പറ്റി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് CPM നിന്ന് ഏതെങ്കിലും ഒരാൾ ഇറങ്ങി BJPയുടെ സ്ഥാനാർത്ഥിയായതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ? രാജേന്ദ്രൻ സ്ഥാനാർത്ഥിയല്ല, ബിജെപിയിലേക്ക് പോയി. പുറത്താക്കിയത് ആരാണ്? CPM-ൽ എത്ര കാലം മുമ്പ് പുറത്താക്കി രാജേന്ദ്രനെ? അയാൾ CPM-ലെ അംഗമാണോ? അയാൾ CPM-ൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലുണ്ട്? CC മുകുന്ദൻ CPI അല്ലേ? അയാൾ എവിടെ ആദ്യം പോയത്? CPM അല്ലല്ലോ, ഇടതുമുന്നണിയിൽ നിന്ന് പോയ 2 പേർ. CPI-യിലെ CC മുകുന്ദൻ എങ്ങോട്ട് ആദ്യം പോയത്? കോൺഗ്രസിലേക്കല്ലേ? ചർച്ച നടത്തിയത് കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിട്ട് കോൺഗ്രസിൽ കിട്ടാതിരുന്നപ്പോഴല്ലേ BJPയിലേക്ക് പോയത്? അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ? നേരെ കോൺഗ്രസിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ടു BJP. പുറത്തിറങ്ങി പോകുന്നതിനെ പറ്റി അല്ലല്ലോ ഡീൽ എന്ന് പറയുന്നത്. ഡീൽ എന്ന് വെച്ചാൽ 2 പാർട്ടി ഡീല് മാത്രമല്ല, നോക്കൂ, ഡീലിലേക്ക് വരാം. ഡീല് രണ്ടാമത്തെ കാര്യം, നേരിട്ടിറങ്ങി മത്സരിക്കാൻ പോവാ. കോൺഗ്രസ് കേരളത്തിൽ ഇറങ്ങിയിട്ടാണല്ലോ മത്സരിക്കാൻ പോകുന്നത്. BJPയുടെ 5 സ്ഥാനാർത്ഥികളെ സംഭാവന ചെയ്ത പാർട്ടിയുടെ പേര് പാർട്ടി സംഭാവന ചെയ്യുന്നല്ലോ. അവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് പോയി മത്സരിക്കാൻ ഒരു സംഭാവനയാണോ? പോകുന്ന ഒരു സംഭാവനയാണോ? അപ്പൊ കോൺഗ്രസിന്റെ സംഭാവനയാണോ? കോൺഗ്രസിന്റെ സംഭാവനയാണോ? ഈ 5 പേര് ഇറങ്ങി പോവാണ്. കോൺഗ്രസിന്റെ സംഭാവനയാണോ? സരി, അത് പറയൂ. നമുക്ക് അതിലേക്ക് വരാം. കോൺഗ്രസിന്റെ സംഭാവനയാണോ? സരി, ഞാൻ പറയാം. എന്താണ് CPM-ലുള്ള സംഭാവനയാണോ? 100% അയാളെ വളർത്തിയൊരു നേതാവ് എന്ന നിലയിൽ കോൺഗ്രസ് അയാൾ അവിടെ നിന്ന് BJPയിലേക്ക് ഒരു നേതാവ് എങ്ങനെ രൂപപ്പെട്ടു വരുന്നത്? ആ നേതാവിനെ ആ പാർട്ടി വളർത്തി, ആ പാർട്ടി പിന്തുണച്ച്, ആ പാർട്ടിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി വരുന്ന ഒരു നേതാവ് വളരെ എളുപ്പം തെരഞ്ഞെടുക്കുന്ന സ്വാഭാവിക ചോയ്സ് BJP ആവുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിന്റെ ആശയത്തേക്കാൾ അപ്പുറമുള്ള താല്പര്യങ്ങളാണ്. പക്ഷേ എന്റെ ചോദ്യം, ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവിന് സ്വാഭാവിക ചോയ്സ് ആയിട്ട് BJP വരുന്നത് എന്തുകൊണ്ടാണ്? എത്ര എളുപ്പം? അല്ല, സ്വാഭാവിക ചോയ്സ് എന്ന് പറയേണ്ട. അങ്ങ് പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിൽ കാര്യം ശരിയാണ്, അതിനകത്ത് ഒരു തർക്കവും ഇല്ല. കാര്യം പറഞ്ഞു, അതിലൊരു
ഒരു തർക്കമില്ല, കാരണം അവിടെ CPM ഇല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് പറയേണ്ട കാര്യമില്ല. CPM ഉണ്ടെന്ന് കരുതിക്കോ. CPM ഉള്ള അല്ല, ഞാൻ പശ്ചിമ ബംഗാളിലെ CPM വോട്ടർമാരൊക്കെ എങ്ങടാ പോയത്? വോട്ടർമാരല്ല, ലീഡർമാരല്ലേ ഞാൻ പറയുന്നത്. ലീഡർമാരുടെ കാര്യം പറയുന്നേ. പറയും പശ്ചിമ ബംഗാളിലെ ഏത് CPM മുൻ മുഖ്യമന്ത്രി BJP പോയത്? പറഞ്ഞില്ലല്ലോ. അപ്പൊ തരുൺ ഗൊഗോയ്, ഹിമന്ത ബിശ്വ ശർമ്മ, എനിക്ക് തർക്കമില്ലാത്ത കാര്യത്തിൽ അങ്ങനോട് തർക്കിക്കാൻ നിൽക്കണ്ട. എനിക്ക് തർക്കമില്ലെന്നേ. ഞാൻ കേരളത്തിൽ അങ്ങ് പറഞ്ഞ ഈ സംഭാവന എന്ന് പറയുന്നത് പ്രയോഗം ശരിയല്ല എന്ന് മാത്രമേ ഞാൻ അതാ എന്റെ പ്രയോഗം അതാണ്. കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്ന നേതാക്കൾ ഒരു സ്വാഭാവിക ചോയ്സ് ആയിട്ട് BJP കണ്ട് BJP-യിലേക്ക് പോകുന്നു. ഇന്ന് BJP-ക്ക് സ്ഥാനാർത്ഥിയെ കിട്ടാതിരിക്കുന്ന സമയത്ത് 5 വരെ സമരം ചെയ്തു. ഞാൻ പറയും കോൺഗ്രസ് CPM-ൽ നിന്ന് വിമതരായിട്ട് പോയിരിക്കുന്നവർ ഇന്നിപ്പോ കോൺഗ്രസിന് സംഭാവന വിസ്മയങ്ങളായിട്ട് വന്നിരിക്കുന്നത് പോലെ കോൺഗ്രസ് BJP കൊടുത്ത വിസ്മയങ്ങളാണ് ഈ 5 സ്ഥാനാർത്ഥികൾ. സംഭാവന ചെയ്ത G സുധാകരനാണ് ഇപ്പോ 100%. അത് തന്നെ ഒരു നേതാവ്, ഒരു പാർട്ടി, ആ പാർട്ടിയെ കുറിച്ചുള്ള സങ്കടം എന്താ? G സുധാകരനെ കുറിച്ച് CPM എന്ന് പറയുന്ന പാർട്ടിക്കുള്ള സങ്കടം എന്താ? ഈ നേതാവ് സംഭാവന ചെയ്തതുപോലെ തന്നെ പാർട്ടിയും നേതാവിനെ വളർത്തി. ആ നേതാവ് ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു എതിർപ്പാളയത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും പ്രവർത്തകർക്ക് വികാരമുണ്ടാവും. അത് ആ പാർട്ടിയുടെ സംഭാവനയാണ് അയാൾ, ആ നേതാവ് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിന്റെ BJP-യുടെ സ്വാഭാവിക ചോയ്സ് ആയിട്ട് മാറുന്നു. അതാണ് പ്രശ്നം. അതാണ് എൻ്റെ ആദ്യത്തെ ആർഗ്യുമെന്റ്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് പറയുന്നു. ഞാൻ പാലക്കാട്ടെ കണക്ക് മാത്രം പറയാം. പാലക്കാട് യഥാർത്ഥത്തിൽ BJP-യും CPM-ഉം തമ്മിലൊരു ഡീലുണ്ടെന്ന് പറയാൻ കഴിയുമോ? എങ്ങനെയാണ് പറയാൻ കഴിയുക? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് മാത്രം നമുക്കിത് പരിശോധിച്ച് നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഒപ്പം NDA-ക്കും UDF-നും കിട്ടിയിരിക്കുന്ന വോട്ട് ഒന്ന് നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 49,574 വോട്ട് UDF-ന് കിട്ടിയിട്ടുണ്ട്. ലീഡ് അവർക്കാ. LDF-ന് കിട്ടിയിരിക്കുന്നത്, തദ്ദേശത്തിൽ കിട്ടിയിരിക്കുന്നത് 2ാം സ്ഥാനത്താണെന്ന് ഓർമ്മിക്കണം. 43,385 എന്ന് പറഞ്ഞാൽ എത്ര വോട്ടിന്റെ വ്യത്യാസമുണ്ട്? CPM 2ാമതാണ്. LDF എത്ര വോട്ട് വിഹിതം വ്യത്യാസം എത്രയാണെന്നറിയാമോ? 6,189. 6,189 എന്നുള്ള വോട്ട് വിഹിതം മറികടക്കാൻ പറ്റാത്തൊരു വോട്ട് വിഹിതമാണോ നിലവിലുള്ള സാഹചര്യത്തിൽ? UDF-നെ മറികടക്കാൻ LDF-ന് കഴിയുന്ന. പക്ഷേ എങ്ങനെയാ അത് വർക്കൗട്ട് ചെയ്യുക? അവിടെ പൊതുസ്വീകാര്യനായ ഒരു നേതാവ് വേണം. അവിടുത്തെ പ്രശ്നം എന്താ? പാലക്കാട്, പിരായിരി, ഈ 2 സ്ഥലങ്ങളിലാണ് UDF പരമ്പരാഗതമായിട്ട് ലീഡ് ഉയർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി 2 പ്രധാനപ്പെട്ട മാത്തൂരും കണ്ണാടിയും, അവിടെയാണ് LDF-ന് എന്തെങ്കിലും ഒരു അപ്പർ എഡ്ജ് ഉള്ളത്. പക്ഷേ പ്രശ്നം എന്താ? മാത്തൂരും കണ്ണാടിയും കൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾക്ക് പിരായിരിയും പാലക്കാടിനെയും മറികടക്കാൻ കഴിയില്ല. പിരായിരിയിൽ 6,000 വോട്ടിന് ഡിഫറൻസ് UDF-ന് കിട്ടും. ഇതാണ് പ്രശ്നം. പക്ഷേ ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല സ്ഥിതി. മൊത്തം വ്യത്യാസം 6,000 ഉള്ളൂ. അതെവിടെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിലെ 18,000 ഡിഫറൻസ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് 6,189 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മാറിയിരിക്കുന്നത്. വേണ്ടി വന്നാൽ ഈ UDF-ന് കിട്ടിയിരുന്ന വോട്ടുകളിൽ പലതും ഷിഫ്റ്റ് ചെയ്ത് എങ്ങോട്ട് പോയാൽ, CPM-ലേക്കോ ഇടതുമുന്നണിയിലേക്കോ പോയാൽ ഈ 43,000 വോട്ട് നിലവിൽ നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ ഒരു 4,000 വോട്ട് UDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിൽ നിന്ന് മാറി വോട്ട് ചെയ്താൽ അവിടെ LDF വിജയിക്കും. ഈ ആശങ്കയാണ് പ്രശ്നം. അല്ലാതെ NDA വിജയിക്കും എന്നുള്ള ആശങ്കയല്ല. NDA-ക്ക് എത്ര കിട്ടിയെന്ന് അറിയാമോ? NDA-ക്ക് 38,002 വോട്ടേ കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11,000 വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ട്. 11,000 വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ട് UDF-ഉം NDA-യും തമ്മിൽ. അപ്പോൾ പാലക്കാട് LDF സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതയാണ് ഒന്ന് ഈ പറയുന്ന ഒരു ആരോപണം ഉന്നയിച്ചത്. 2, തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ അവിടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമോ, ഈഴവ വോട്ടുകൾ ബെൽറ്റിൽ നിന്ന് പോകുമോ എന്നുള്ളതാണ്. ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അവിടെ UDF സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യത ഇപ്പോഴും കൂടുതലാണ് നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ. അവിടെ ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു ഡീലില്ല എന്നുള്ളതാണ്. ഇനി ഡീൽ ഉണ്ട് എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒരു കൗതുകമുള്ള കാര്യമുണ്ട്. അതുകൂടി പറയാം. ഒന്ന് കാസർഗോഡും ഒന്ന് മഞ്ചേശ്വരവുമാണ്. മഞ്ചേശ്വരത്ത് ആരൊക്കെയാണ് മത്സരിക്കുന്നത്? മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത് AK മഷറഫും K സുരേന്ദ്രനും ജയാനന്ദയുമാണ്. ജയാനന്ദ CPM-ൽ നിന്ന് എന്തായാലും മുസ്ലിം BJP വോട്ട് മറിച്ചു കൊടുക്കുമെന്നുള്ള ആരോപണം സ്മൃതി ഉന്നയിക്കില്ല, ആരും ഉന്നയിക്കാൻ സാധ്യതയില്ല. അപ്പോൾ മഞ്ചേശ്വരത്ത് ഡീലില്ല ഒരർത്ഥത്തിൽ. പക്ഷേ മഞ്ചേശ്വരത്തൊരു ഡീല് വന്നു. എന്താ മഞ്ചേശ്വരത്തെ ഡീല്? മഞ്ചേശ്വരത്ത് SDP മത്സരിക്കാൻ പോവാ. SDP എത്രയുണ്ട് അവിടെ വോട്ട് വിഹിതം? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിച്ചാൽ 8,000 വോട്ട് മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ട്. മഞ്ചേശ്വരത്തിൽ ഇപ്പോൾ നിലവിൽ UDF-ഉം BJP-യും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 860 വോട്ട്. 8,000 വോട്ട് എവിടെയാണ് കിടക്കുന്നത്? SDP. കഴിഞ്ഞ തവണ മഷറഫിന് കിട്ടിയ വോട്ടായി 8,000. ഈ 8,000 വോട്ട് ഇത്തവണ AK മഷറഫിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞാൽ സ്വാഭാവികമായും 2ാമത്തെ ചോയ്സ് ആരാ? അവിടെ K സുരേന്ദ്രൻ. അതായത് SDP അവരുടെ വോട്ട് പിടിക്കുകയും AK മഷറഫിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് SDP-യിലേക്ക് പോവുകയും ചെയ്താൽ ഒരു 1000 വോട്ട് പോയാൽ മതി. 1000 വോട്ട് അവിടെ നിന്ന് പോയാൽ പോലും അവിടെ സുരേന്ദ്രൻ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ ഡീൽ ആരാ? അവിടുത്തെ ഡീല് ആ അർത്ഥത്തിലാണെങ്കിൽ UDF-ഉം നേരത്തെ UDF-ന് ചില മണ്ഡലങ്ങളിൽ പിന്തുണ സ്വീകരിക്കുകയും ചെയ്ത SDP-യും തമ്മിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ NDA-യും SDP-യും തമ്മിലാണ് നമുക്ക് ഡീലെന്ന് പറയേണ്ടി വരും. പക്ഷേ ഒരു ഡീലായിട്ട് ഞാൻ അതിനെ ആരോപിക്കുന്നില്ല. പക്ഷേ അവിടെ വിജയസാധ്യത വരുന്നു SDP സ്ഥാനാർത്ഥി നിർത്തുന്നതോടുകൂടി. അതാണ് മഞ്ചേശ്വരത്തെ കഥ. അതിൽ CPM-നെ കക്ഷിയാക്കാൻ കഴിയില്ല, ഇടതുമുന്നണിയെ കക്ഷിയാക്കാൻ കഴിയില്ല. അപ്പോൾ മഞ്ചേശ്വരത്ത് ഡീലില്ല. ഇനി കാസർഗോട്ടേക്ക് വന്നാലോ?
കാസർഗോഡ് ഡീലുണ്ടോ? ആരൊക്കെ തമ്മിലാണ് കാസർഗോഡ് ഡീല്? കാസർഗോഡ് മത്സരിക്കുന്നത് ഇപ്പോൾ കല്ലട്ര മൈൻ ഹാജിയാണ്, പിന്നെ ഒന്ന് BL അശ്വതി, പിന്നൊന്ന് ഷാനവാസ് പാദൂർ. ഷാനവാസ് പാദൂരിനെയാണ് CPM നിർത്തിയിരിക്കുന്നത്. എന്താ അവിടുത്തെ വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത്? 28,000 വോട്ട് മാത്രമേ ഉള്ളൂ അവിടെ ഷാനവാസ് പാദൂരിനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BL അശ്വതിക്ക് ഒരു 50,000 ഉണ്ട്, കല്ലട്ര മൈൻ ഹാജിക്ക് 63,000 വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ഷാനവാസ് പാദൂർ പിടിക്കുന്ന വോട്ടുകൾ BL അശ്വിനെ വിജയിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നത് എന്താ? 63,000 വോട്ട് എവിടുന്നാ പോകേണ്ടത്? ഈ കല്ലട്ര മൈൻ ഹാജിയുടെ ലീഗിൻ്റെ കാൻഡിഡേറ്റിൽ നിന്നാണ് ആർക്ക് വോട്ട് പോകേണ്ടത്? CPM വോട്ട് പോകേണ്ടത്. എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ വോട്ടുകൾ CPM പോകിയാൽ അവിടെ അശ്വിന് ജയിക്കും. ഇതാണ് അവസ്ഥ. ലീഗിൻ്റെ വോട്ട് CPM പോകുന്നതിനെ BJP CPM ഡീലെന്ന് പറയാൻ പറ്റൂ? നിങ്ങൾ ഡീലെന്ന് പറയണമെങ്കിൽ CPM വോട്ട് നിങ്ങൾ BJPക്ക് കൊടുക്കണം. കോലിബി പോലെ, ബേപ്പൂരിൽ സംഭവിച്ചതുപോലെ, വടകരയിൽ സംഭവിക്കാഞ്ഞതുപോലെ ഒരു ധാരണയുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ കാസർഗോഡ് ഇതാണ് അവസ്ഥ. അപ്പോൾ പിന്നെ എങ്ങനെ ഡീലെന്ന് പറയാൻ സാധിക്കുക? അപ്പോൾ ഡീലെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു സ്ട്രാറ്റജിയാണ്. പാലക്കാട് ഡീൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വളരെ പെട്ടെന്ന് BJPക്കെതിരായിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം സംഭവിക്കും. ആ ഏകീകരണം രമേശ് പിഷാരടി വിജയിപ്പിക്കും. ഇതാണ് സിമ്പിൾ പൊളിറ്റിക്കൽ ലോജിക്ക്. അതിനപ്പുറം പാഴൂർ പഠിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. BJP ഡീൽ എന്ന് പറയുന്നത് ഒരു BJP ഭയം അവിടെ ജനിപ്പിക്കുക, ഒരു ന്യൂനപക്ഷ ഏകീകരണം സാധ്യമാക്കുക എന്നുള്ളതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് കേരളം മുഴുവൻ BJP ഡീലാണെന്ന് പറഞ്ഞാൽ തിരിച്ച് NS സൂര്യൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ചാൽ അരുവിക്കരയിൽ VS ശിവകുമാറിനെയും വട്ടിയൂർക്കാവിൽ K മുരളീധരനെയും വിജയിപ്പിക്കും എന്ന മട്ടിലുള്ളൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. 1:2 എന്ന അനുപാതത്തിലൊരു ധാരണയുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാ. അതിന് മറുപടി പറയേണ്ടി വരും കോൺഗ്രസ്. അത്രയേ ഉള്ളൂ. ഞാൻ ആരോപിക്കുന്നില്ല ഇക്കുറി അങ്ങനെ വലിയ ഡീലുകൾ കേരളത്തിൽ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നില്ല. പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. ഡീൽ കത്തുമോ എന്ന് ചോദിച്ചാൽ ഡീൽ കത്താനുള്ള സാധ്യതയില്ല. കുറച്ച് 2-3 ദിവസമൊക്കെ അത് വലിയ ചർച്ചയായിട്ട് നിൽക്കും എന്നതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Meet the editors.